നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യമില്ല. KP ശങ്കരദാസിൻ്റെ 2 ജാമ്യഹർജികളും വിജിലൻസ് കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യഹർജികൾ സമർപ്പിച്ചിരുന്നത്. ശങ്കരദാസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളടക്കം കോടതി വിശദമായി പരിശോധിച്ചിരുന്നു. തുടർന്നാണ് ഈ നടപടിയിലേക്ക് കോടതി കടക്കുന്നത്. കട്ടളപ്പാളി ദ്വാരകപാലക കേസുകളിൽ പ്രതിയാണ് ശങ്കരദാസ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യ നീക്കം. ശങ്കരദാസിന് ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. പ്രതിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ കോടതി വ്യക്തമായി പരിശോധിച്ചിരുന്നു. ജനുവരി 14-നാണ് ശങ്കരദാസ് 2 കേസുകളിലും അറസ്റ്റിലായത്. പത്മകുമാർ പ്രസിഡന്റായിരിക്കെ ബോർഡിൽ അംഗമായിരുന്നു ശങ്കരദാസ്. അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് അതിന് തടസ്സമാകുമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. ജനുവരി 14-ന് ശങ്കരദാസിനോടൊപ്പം കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ ചില കേസുകളിൽ കോടതി ജാമ്യം നൽകിയിരുന്നു. മറ്റൊരു ബോർഡംഗമായ വിജയകുമാറും ഇപ്പോൾ ശങ്കരദാസിനെ പോലെ തന്നെ റിമാൻഡിൽ തുടരുകയാണ്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. രാജ്യത്ത് അവയവ മാറ്റത്തിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം 82,285 കടന്നു. ദാതാക്കളുടെ എണ്ണം പരിമിതമായതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. 60,000 ആളുകളാണ് വൃക്ക മാറ്റിവെക്കാനായി മാത്രം ദാതാക്കളെ കാത്തിരിക്കുന്നത്. 18,000-ഓളം ആളുകൾ കരൾ മാറ്റിവെക്കാനും 2,500 ആളുകൾ ഹൃദയ ശ്വാസകോശ സംബന്ധമായ ശസ്ത്രക്രിയകൾക്കും ദാതാക്കളെ കാത്തിരിക്കുകയാണെന്ന് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025-ൽ ഇന്ത്യ 20,000 അവയവമാറ്റ ശസ്ത്രക്രിയകളാണ് നടത്തിയത്. ദാതാക്കളുടെ എണ്ണത്തെ അപേക്ഷിച്ച് സ്വീകർത്താക്കളുടെ പട്ടികയും അപേക്ഷകളും കുത്തനെ ഉയരുകയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവയവദാനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ദേശീയ തലത്തിൽ നയം രൂപീകരിച്ചത്. അടുത്തിടെ അവയവദാനം എളുപ്പമാക്കാൻ ചില മാനദണ്ഡങ്ങൾ സർക്കാർ ലളിതമാക്കിയിരുന്നു. ഇതോടെ പ്രായവും രോഗിയുടെ സ്ഥലവും സ്വീകർത്താവാകുന്നതിന് പരിഗണനാ വിഷയമാകില്ല. നിലവിൽ അവയവദാതാക്കളിൽ ഭൂരിഭാഗവും ജീവിച്ചിരിക്കുന്നവരാണ്. മരണത്തോടെയുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. മരിച്ച ഒരാളുടെ ശരീരത്തു നിന്നുള്ള അവയവങ്ങൾ കൊണ്ട് 8 പേരുടെ ജീവൻ രക്ഷിക്കാനാവുമെന്നാണ് കണക്ക്. മാത്രമല്ല കോർണിയ, അസ്ഥി, ത്വക്ക് എന്നിങ്ങനെ 75 മറ്റ് ആളുകൾക്കും ഇത്തരത്തിൽ സഹായം ഒരു വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ അവയവദാതാക്കൾ ഉണ്ടാവാത്ത പക്ഷം ആരോഗ്യരംഗത്തെ പ്രതിസന്ധി രൂക്ഷമാവുമെന്ന ആശങ്ക പങ്കുവെക്കുന്നത് കൂടിയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ സൈനിക ആക്രമണത്തിൽ US ജനതയ്ക്ക് അതൃപ്തിയെന്ന് സർവേ ഫലങ്ങൾ. ഇറാനിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേനിയുടെ ഉൾപ്പെടെയുള്ള കൊലപാതകത്തിന് വഴിയൊരുക്കിയ ആക്രമണത്തെ അമേരിക്കക്കാരിൽ 4-ൽ 1 മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ എന്നാണ് പുറത്തുവരുന്ന സർവേ ഫലം വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് നടത്തിയ സർവേ ഫലമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. സർവേയിൽ പങ്കെടുത്ത 43% അമേരിക്കക്കാരും ഇറാനെതിരായ ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല. US സൈനിക നീക്കത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് എന്ന തരത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് സർവേ. 55% റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ മാത്രമാണ് US നടത്തിയ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നത്. 13% പാർട്ടി അംഗങ്ങൾ സൈനിക നടപടിയിൽ വിയോജിക്കുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തിൽ US സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ പാർട്ടിയിൽ വീണ്ടും അതൃപ്തി വർദ്ധിച്ചേക്കാമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇന്ധനവില വർദ്ധിച്ചാലും ഇറാനെതിരെ നീക്കത്തെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ജനം പിന്മാറുമെന്ന് സർവേ വ്യക്തമാക്കുന്നുണ്ട്. 45% അമേരിക്കക്കാരും 34% റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും ഇത്തരമൊരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ തീരുമാനത്തിനെതിരെ തിരിഞ്ഞേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം 74% ഡെമോക്രാറ്റുകളും ഇറാനെതിരായ US ആക്രമണത്തെ എതിർക്കുന്നവരാണെന്നും സർവേ പറയുന്നുണ്ട്. ഇതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയിൽ ജനം തെരുവിലിറങ്ങുകയാണ്. ടൈംസ് സ്ക്വയർ, വാഷിംഗ്ടൺ, ചിക്കാഗോ, ബോസ്റ്റൺ, ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ്, മിയാമി, മിനിയാപോളിസ്, അറ്റ്ലാന്റ തുടങ്ങി വിവിധ അമേരിക്കൻ നഗരങ്ങളിൽ അനേകായിരങ്ങളാണ് പ്രതിഷേധമുയർത്തി തെരുവിൽ നിറയുന്നത്. ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിച്ചും യുദ്ധവെറിക്കെതിരെ പ്ലക്കാർഡുകൾ പിടിച്ചുമാണ് പ്രതിഷേധങ്ങൾ. ആക്രമണങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിന് പകരം അമേരിക്ക അത് വിദ്യാഭ്യാസ മേഖലയിലോ ആഭ്യന്തര വളർച്ചയ്ക്കോ വിനിയോഗിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സർക്കാർ അനുമതിയോടെ അല്ല ട്രംപിൻ്റെ നടപടിയെന്നും പ്രസിഡന്റ് സ്വന്തം നിലയ്ക്ക് ഇറങ്ങി പുറപ്പെടുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നുമുണ്ട്.